ഡേ 46 ബിഗ് ബോസ് സീസൺ 7 മലയാളം. അങ്ങനെ അവസാനം ഫൈനലി വൺ ഓഫ് ദ ക്ലാസിക് വീക്ക്ലി ടാസ്ക് ആയിട്ടുള്ള എന്താണ് ബി അതായത് 5 സ്റ്റാർ ഹോട്ടൽ. ഈ ഒരു സീസണിൽ ഞാൻ വിളിക്കുന്നത് 5 സ്റ്റാർ അല്ല, 1 സ്റ്റാർ ചന്ത അവസാനിച്ചിരിക്കുന്നു ഫൈനലി. താങ്ക് ഗോഡ്, താങ്ക്സ് ടു ബിഗ് ബോസ്. ഇനി ഇതൊരു ദിവസത്തും കൂടി എക്സ്റ്റെൻഡ് ചെയ്തില്ലല്ലോ. താങ്ക് യു സോ മച്ച് ബിഗ് ബോസ്. നിർത്തിയല്ലോ ആ ഒരു ടാസ്ക്. ഇത്രക്കും വെറുപ്പിച്ച ഒരു ടാസ്ക് ഇപ്പം അടുത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല ബിഗ് ബോസിൽ. ഒരൊറ്റ ആൾ നല്ല പോലെ എൻ്റർടൈൻ ചെയ്ത് ആ ക്യാരക്ടറിൽ പിടിച്ചു നിന്നിട്ട് നിന്നൊരു ഒറ്റ ഒരു കോണ്ടസ്റ്റൻ്റ് പോലും ഈ ഒരു സീസണിൽ ഉണ്ടായിട്ടില്ല. എല്ലാ സീസണിലും കാണുന്നതാണ് വൺ ഓഫ് ദി ബെസ്റ്റ്. അതായത് ഓരോ സീസണിലും നമ്മൾ കാണുന്ന എല്ലാവരും അവരുടേതായിട്ടുള്ള ബെസ്റ്റ് കൊടുക്കുന്ന ഒരു ടാസ്ക്കാണിത്, ഈ 5 സ്റ്റാർ ഹോട്ടൽ. ബട്ട് ഈ ഒരു സീസണിൽ ലോക ദുരന്തങ്ങളായിട്ടുള്ള കോണ്ടസ്റ്റൻസ് ആണല്ലോ. സോ ആ ഒരു ടാസ്കും ലോക ദുരന്തമായിട്ട് ഫൈനലി മാറി. എന്താണ്, റിയാസ് ചെക്കൗട്ട് ചെയ്തു. റിയാസ് ഒരു ഗസ്റ്റ് ആണെന്ന് ഫൈനലി മറന്നുപോയോ എന്നൊരു ഡൗട്ടുണ്ട്. നോ ഡൗട്ട് വൺ ഓഫ് ദ ബെസ്റ്റ് വൈൽഡ് കാർഡ് എൻട്രി, വൺ ഓഫ് ദ ബെസ്റ്റ് വൈൽഡ് കാർഡ് എൻട്രി ഇൻ മലയാളം ബിഗ് ബോസ് ഹിസ്റ്ററി. അതിലൊന്നും പറയാനില്ല. ബട്ട് ഇന്ന് ഷാനവാസിനെ റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഷാനവാസിനെ സപ്പോർട്ടും ചെയ്യുന്നില്ല. ഷാനവാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്ക് വീട്ടിലുള്ളവരെ തെറി വിളിക്കുന്ന ആളാണ്. എന്ത് പറഞ്ഞാലും രണ്ടാമത്തെ ഡയലോഗ് വീട്ടിലുള്ളവരെ വിളിക്കുള്ളൂ. സോ മൂപ്പരാളെ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. മൂപ്പരാൾ സ്വന്തമായിട്ട് തെറി വിളിക്കുന്ന ആൾക്കാരെ തിരിച്ച് സ്വന്തമായിട്ട് തെറി വിളിക്കാറില്ല. നേരെ വിളിച്ച ആൾ നേരെ വീട്ടിലോട്ട് കയറി ചെല്ലുന്ന ഒരു വൃത്തികെട്ടൊരു സ്വഭാവമുണ്ട് ഷാനവാസിന്. അപ്പോൾ ആ മൂപ്പരാള് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗസ്റ്റ് ആണെന്ന് മറന്നിട്ടും ആ റിയാസ് സലീം എന്തൊക്കെയാണ് അവിടെ ചെയ്തു കൂട്ടിയത്. ആദ്യം ഒരു ദുരന്തം ശോഭ, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു വേറെ സാധനം ഷിയാസ് കരീം, പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ച റിയാസ്. എന്താണ് ഗസ്റ്റൊക്കെ ഇങ്ങനെ ഒരു ഹോട്ടലിൽ 5 സ്റ്റാർ ഹോട്ടലിൽ പോയി ചെയ്ത് കഴിഞ്ഞ് നേരെ ജയിലിൽ കിടക്കേണ്ടി വരും. അത് ഗസ്റ്റ് മക്കളെ ആ ഒരു ഗെയിമാണെന്നുള്ളൊരു ചിന്ത ഒന്നുമില്ല. കച്ചറൊക്കെ എടുത്ത് വലിച്ചെറിയ ഒരാളെ ട്രിഗർ ചെയ്യാനുള്ള ശ്രമം. മൂപ്പരാള് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, നിന്റെ സ്റ്റാൻഡേർഡ് ഇതാണ്, നിന്റെ സ്റ്റാൻഡേർഡ് ഇതാണ്. ഈ പറയുന്ന റിയാസിന്റെ സ്റ്റാൻഡേർഡ് എന്താണെന്ന് റിയാസിന് വല്ല ഐഡിയ ഉണ്ടോ? സംഭവം താങ്കൾ വലിയ ഗെയിമറൊക്കെ ആയിരിക്കും. ബട്ട് ഓരോ ആൾക്കാർക്ക് ഓരോ സ്റ്റാൻഡേർഡ് ഉണ്ട്. താങ്കളുടെ സ്റ്റാൻഡേർഡ് എന്താണ് താങ്കൾ മറ്റുള്ളവർ പറയുമ്പോഴല്ലേ അറിയുള്ളൂ. അല്ലാണ്ട് സ്വയമായിട്ട് താങ്കളുടെ സ്റ്റാൻഡേർഡ് മെഷർ ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ അത് കഴിഞ്ഞ് ഷാനവാസായിട്ട് അടി പൊട്ടുന്നു. കൊടുത്ത കോയിൻ തിരിച്ചു വാങ്ങാൻ നോക്കുന്നു ഹൗസ് മേറ്റ്സ്. അത് പറ്റുന്നില്ല. സോ ഏറ്റവും കൂടുതൽ മാക്സിമം കോയിൻസ് കളക്ട് ചെയ്ത് ജിസേൽ ആൻഡ് ഷാനവാസാണ്. അതിൽ ക്യാപ്റ്റൻസി നോമിനേഷൻ അല്ലെങ്കിൽ പണിപ്പൂരയിലോട്ട് കയറാമെന്നുള്ള സംഭവമാണ്. അതിൽ എല്ലാവരും കൂടി ഡിസൈഡ് ചെയ്തത് ജിസേലിനെ എടുക്കാനായിരുന്നു. ജിസേൽ സെലക്ട് ചെയ്തത് ക്യാപ്റ്റൻസി ടാസ്കിലോട്ട് കളിക്കാനാണ്. സോ അടുത്ത വീക്കിൽ ക്യാപ്റ്റൻസിലോട്ട് കളിക്കുന്നത് ഒന്ന് ജിസേൽ, പിന്നെ ആദില, തേർഡ് ഒനീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഒരു ബെസ്റ്റ് പെർഫോമറായിട്ട് റിയാസ് സെലക്ട് ചെയ്ത ഒനീലിനാണ്. ദാറ്റ് വാസ് ഗുഡ്. ഒനീൽ നല്ല ഡീസൻ്റായി ചെയ്തു. പിന്നെ ഏറ്റവും ലീസ്റ്റ് കോയിൻ കിട്ടിയത് ഒന്ന് സാബുമാൻ, സെക്കൻഡ് റെന ഫാത്തിമക്ക് എല്ലാവരും കൂടി സെലക്ട് ചെയ്ത് അവസാനം ജയിലിലോട്ട് തട്ടിയിട്ടുണ്ട്. ഡിസേർവിങ് ആയിരുന്നു, ജയിലിലോട്ട് തന്നെ പോട്ടെ. അത്രയ്ക്ക് ഇമ്മച്യൂർഡായിട്ട് കളിച്ച എല്ലാവരും ഇമ്മച്യൂർഡ് ആൻഡ് വളരെ ഇറസ്പോൺസിബിൾ ആയിട്ട് തന്നെയാണ് ടാസ്ക് കളിച്ചത്. ഒരൊറ്റ കുഞ്ഞു പോലും നല്ലപോലെ ഈ ടാസ്ക് കളിച്ചിട്ടില്ല. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരാളതിൻ്റെ ഇടയ്ക്ക് എന്തോ പറഞ്ഞിരുന്നല്ല, കഴിഞ്ഞ ആഴ്ച സമൂഹത്തിൽ കയറ്റാൻ പറ്റില്ല, പബ്ലിക്കിൽ കയറ്റാൻ പറ്റില്ല, വീട്ടിലോട്ട് കയറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇന്നെന്തോ താങ്കൾ പറഞ്ഞ ഏറ്റവും വലിയ തെറ്റാണ്, താങ്കൾ സോറി പറയണം. കോമഡി തന്നെ. എന്നാലും ഷാനവാസ് നെവിനോട് പറഞ്ഞ കുറച്ച് വാക്കുകൾ കുറച്ച് അതിര് വിട്ടു പോയിരിക്കുന്നു. ദാറ്റ് വാസ് നോട്ട് ഗുഡ്. ബട്ട് ഷാനവാസിൽ നിന്ന് അതൊക്കെ എക്സ്പെക്റ്റഡ് ആണ്. മൂപ്പരാൾക്ക് ഒരു മാനറിസം ഒന്നും ഇല്ലാത്തൊരു ആളാണെന്നും, കാരണം മൂപ്പരാൾ എല്ലാവരും നിങ്ങളെ വീട്ടിൽ പോയി വിളിക്കുക എന്നുള്ള ഡയലോഗാണ് സെക്കൻഡ് മൂപ്പരാൾ അടിക്കുക. സോ
ഇപ്പോഴുള്ള മാനറിസം എന്താണെന്ന് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. സോ ഇറ്റ് ഈസ് ക്വൈറ്റ് എക്സ്പെക്റ്റഡ്. അത് കഴിഞ്ഞ് വളരെ സിമ്പിളായിട്ടുള്ള ഡേ ആയിരുന്നു ഡേ 46. സോ പ്രത്യേകിച്ചൊന്നും നടന്നിട്ടൊന്നുമില്ല. പ്രൊമോയിൽ നിങ്ങളല്ലാതെ ഒരുപാട് അടിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, ബട്ട് വലിയ സംഭവമായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഇതിൽ സുഹൃത്ത് ബന്ധമായിട്ട് അനീഷും ഷാനവാസിൻ്റെ ഫ്രണ്ട്ഷിപ്പ് ബോണ്ട്, ഫൈനലി വി ആർ ഗെറ്റിംഗ് എ ഗുഡ് ഫ്രണ്ട്ഷിപ്പ് ബോണ്ട്. അത് എത്ര കാലം ഉണ്ടാവുമെന്നൊന്നും കണ്ടു തന്നെ അറിയണം. പിന്നെ അതിലൊക്കെ ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ല. അതിൻ്റെയൊക്കെ ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിരുന്നു. ആ ടാസ്കിലായി കഴിഞ്ഞാൽ വളരെ ബോറിംഗ് ആയിരുന്നു. പിന്നെ കുത്തിത്തിരിപ്പിൻ്റെ ആശാൻ, ഒരു ഗെയിമുമില്ല. ബാക്കിയുള്ള ആൾക്കാരുടെ ഗെയിമിൽ കയറി പിടിച്ച് വരുന്ന ഒരു മുതലുണ്ട് അവിടെ, ബിനി. ഒരു തേങ്ങയും അറിയില്ല, സ്വന്തമായിട്ടൊന്നും ഉണ്ടാക്കാനും അറിയില്ല, വെറും കുത്തിത്തിരിപ്പിൻ്റെ ആശാൻ. എനിക്ക് വലുതായിട്ടൊന്നും തോന്നുന്നില്ല ഈ ഒരു വീക്കിൽ. ഇനിയിപ്പോൾ ലാലേട്ടൻ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ പറഞ്ഞ ഡയലോഗ്, ഷാനവാസ് പറഞ്ഞ ഡയലോഗ്, പിന്നെ വീക്കിലി ടാസ്കിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു പോകുമായിരിക്കും. പിന്നെ വന്ന ഗസ്റ്റുകളും വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഒക്കെ ഒരു വളരെ എന്താ പറയുക, പുവർ ഗെയിമേഴ്സ് ആയിട്ടുള്ള പുവർ ഗെയിമിംഗ് ആണ് അവരും ചെയ്തത്. ഉള്ളതിൽ ഭേദം കുറച്ച് ബെറ്ററായി തോന്നിയത് റിയാസ് സലീമായിരുന്നു. ശോഭ ആൻഡ് ഷിയാസ് വാസ് ആഫ്റ്റർ ഫ്ലോപ്പ്, ഒന്നും പറയല്ല, ആഫ്റ്റർ ഫ്ലോപ്പ്. മൊത്തത്തിൽ സീസൺ 7 ഈസ് എ ഡിസാസ്റ്റർ.